ഹലോ, ജുബീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമാണോ? എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങളിങ്ങനെ വെക്കേഷനിൽ എല്ലാവരും അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. ഒരു ദിവസം കുഞ്ഞാമ്മാൻ്റെ കൂടെ ആണെങ്കിൽ, ഒരു ദിവസം എൻ്റെ വീട്ടിൽ, ഒരു ദിവസം എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ, അങ്ങനെ എല്ലാവരും കൂടെ മിക്സ് ചെയ്ത് എല്ലാവരും ചിരിച്ചും കളിച്ചും അതല്ലല്ലേ നമുക്ക് രസം. നമ്മൾ മാത്രം ഇങ്ങനെ തനിച്ചിരുന്നിട്ട് എന്താ കാര്യം? നമ്മളുള്ള സമയം എല്ലാവരും എൻജോയ് ചെയ്യുക കുടുംബത്തോടൊപ്പം. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ട് കുട്ടികളൊക്കെ അവിടെ ആക്കിയിട്ട് നേരെ ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചിട്ടോ. നേരെ ഞാൻ ശോഭികയ്ക്ക് വിട്ടു. ശോഭികയിൽ നല്ല അടിപൊളി കളക്ഷൻ ആട്ടോ. മാലൻ്റെ കമ്മൽ, വള, അടിപൊളി വെറൈറ്റി വെറൈറ്റി ഡിസൈനുകൾ, അടിപൊളി നല്ല ഭംഗിയുണ്ട്. നമ്മൾ അവിടെ പോയി എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കും. അത്രയും നല്ല കളക്ഷൻ ഉണ്ട്. നല്ല മോതിരം, നല്ല കമ്മലുകൾ. എന്തായാലും ഒരു വളയും ഒരു മാലയൊക്കെ വാങ്ങിച്ച് അങ്ങനെ നേരെ നല്ല അടിപൊളി കേട്ടോ. നല്ല വെറൈറ്റി ഡിസൈനുകളാണ്. നല്ലോണം ഇഷ്ടപ്പെട്ടു. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സിൻ്റെ ഭാഗത്തേക്ക് കയറിട്ടോ. ടോപ്പ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയണോ, ഒരുപാട് വെറൈറ്റി ഡ്രസ്സുകളുണ്ട്. നമ്മൾ കണ്ടതാണ്, എന്നാലും ഒന്നും കൂടെ പോയി നോക്കി കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. 2 ടോപ്പോ പാൻറ്റൊക്കെ നോക്കിയിട്ട് അടിപൊളി ഡ്രസ്സുകളാണ്, അടിപൊളി. അങ്ങനെ 2 കൂട്ടം ഡ്രസ്സൊക്കെ എടുത്തു. നേരെ കുട്ടികളെ സെക്ഷനിലോട്ട് വിട്ടിട്ടോ. കുട്ടികൾക്കും എടുത്ത്, ജെൻസിനും കുട്ടികൾക്കൊക്കെ നല്ല കളക്ഷനാട്ടോ. ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ട്. നമുക്ക് ഫാൻസി ചെരുപ്പുകൾ, ഡ്രസ്സുകൾ എല്ലാം കിട്ടുട്ടോ. എല്ലാം ഉണ്ട് ഷോപ്പിങ്ങിൽ പോയാൽ നമുക്ക്. ഞങ്ങൾ ആദ്യമൊക്കെ മഞ്ചേരി, കോഴിക്കോടൊക്കെ പോവായിരുന്നു. ഇപ്പോൾ ഷോപ്പിംഗ് വന്നപ്പോൾ നല്ലൊരു ഉപകാരമായി. എന്തായാലും അത് കഴിഞ്ഞിട്ട് നേരെ ജാംജൂമിലോട്ട് വിടണം. കുട്ടികൾക്ക് കുറച്ച് നോട്ട്ബുക്ക് എടുക്കണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിൽ പോയി. ഒരുപാട് സമയമായിരുന്നു. മക്കൾക്കൊക്കെ ദേഷ്യം വന്ന്, പിന്നെ അവർ ദേഷ്യം മാറ്റാൻ വേണ്ടി കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടോ. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോന്നു.